ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചിക്കനും കപ്പയും കൂടെ വെച്ച് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള അടിപൊളി കപ്പ ബിരിയാണി റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കണം. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും അല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള എല്ലാം ഇവിടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായി തന്നെ വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ഈ സമയം 8 വലിയ വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് റോസ് സ്മെല്ലൊന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ തക്കാളി എല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാലൻസുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് പൊടികളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. സിമ്മിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലായി വരണം. ഈ സമയം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം ചിക്കനിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 to 20 മിനിറ്റ്സ് വരയ്ക്കും മൂടി വെച്ച് നന്നായി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള കപ്പയൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് 1 കിലോയോളം കപ്പയാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത ശേഷം നന്നായി ഒന്ന് വാഷ് ചെയ്ത് വെച്ചതാണ്. ഇതാദ്യം നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. കപ്പ ഇപ്പോൾ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വരുത്തി നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഓരോ കപ്പയ്ക്കനുസരിച്ച് ചിലപ്പോൾ വേവ് അല്പം ഒന്ന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം.
ഇപ്പോൾ ചിക്കനിലെല്ലാം മസാലകളെല്ലാം പിടിച്ച് വന്ന് ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും പെപ്പർ പൗഡറും എല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചിക്കൻ കറി ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ചോറിൻ്റെയും എല്ലാം കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കപ്പയെല്ലാം വെന്ത് വെള്ളം എല്ലാം ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ചിക്കൻ കറിയിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചൂടോടുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനും കപ്പയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്സിനായി അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.